നമസ്കാരം. ഡൽഹിയിലെ സഫ്ദർജംഗിൽ 30 വയസ്സുകാരനായ ജഡ്ജി അമൻ കുമാർ ശർമ്മ ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ കുടുംബവഴക്കെന്ന് സംശയം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ അമന്റെ കുടുംബം പീഡനാരോപണങ്ങളും കുടുംബ തർക്കങ്ങളും ഉന്നയിച്ച് രംഗത്തെത്തി. ദക്ഷിണ ഡൽഹിയിലെ ഗ്രീൻ പാർക്കിലുള്ള വസതിയിലാണ് ജഡ്ജിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വടക്കിഴക്കൻ ഡൽഹിയിലെ കർക്കർഡുമ കോടതിയിൽ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവത്തെക്കുറിച്ച് അമന്റെ സഹോദരിയുടെ ഭർത്തൃപിതാവ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ മകനെ വിളിച്ചപ്പോൾ അമനെ സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് അവൻ പറഞ്ഞു. ഞാൻ ആശുപത്രിയിലെത്തിയപ്പോഴേക്കും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമന്റെ പിതാവ് പോലീസിന് നൽകിയ മൊഴി പ്രകാരം ഇന്നലെ രാത്രി 10 മണിയോടെ അമൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. താൻ കടുത്ത വിഷമത്തിലാണെന്നും ഇനി ജീവിക്കാൻ പ്രയാസമാണെന്നും അമൻ പിതാവിനോട് പറഞ്ഞിരുന്നു. കുടുംബാംഗങ്ങൾ പറയുന്നതനുസരിച്ച് വിവരമറിഞ്ഞ ഉടൻ പിതാവ് ആൽവാറിൽ നിന്ന് തിരിച്ച് അർദ്ധരാത്രിയോടെ ഡൽഹിയിലെത്തി. ഇവിടെ എത്തിയപ്പോഴാണ് അമനും ഭാര്യയും തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നതായി അദ്ദേഹം അറിഞ്ഞത്. കഴിഞ്ഞ 2 മാസമായി താൻ പീഡിപ്പിക്കപ്പെടുകയാണെന്ന് അമൻ പിതാവിനോട് പറഞ്ഞിരുന്നു. അമന്റെ ഭാര്യയും ജുഡീഷ്യൽ ഓഫീസറുമായ സ്വാതിയുടെ സഹോദരിയും ജമ്മുവിൽ IAS ഉദ്യോഗസ്ഥയുമായ നിധി മാലിക് എന്നിവർക്കും ഈ തർക്കങ്ങളിൽ പങ്കുണ്ടെന്നും കുടുംബം ആരോപിച്ചു. നിധി മാലിക് അമന്റെ ജീവിതത്തിൽ ഇടപെടുകയും വീടിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നതായി അമൻ പറഞ്ഞിരുന്നുവെന്ന് ബന്ധു ആരോപിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി. നിങ്ങൾ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ താൻ പോലീസിനെ വിളിക്കുമെന്ന് മരുമകൾ പറഞ്ഞതായി അമന്റെ പിതാവ് പറഞ്ഞു. അവളുടെ മാതാപിതാക്കളെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവർ ഫോൺ ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. തുടർന്ന് തർക്കമുണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ. അമന്റെ പിതാവ് പറയുന്നത് സ്വാതി വല്ലാതെ ദേഷ്യപ്പെടുകയും ബഹളം വെക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നുവെന്നാണ്. അമൻ കരയുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ശബ്ദം നിലച്ചു. തർക്കം പരിഹരിക്കപ്പെട്ടെന്ന് കരുതി അല്പനേരം കാത്തിരുന്നു. എന്നാൽ പിന്നീട് കണ്ടത് ദാരുണമായ കാഴ്ചയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം അമനെ അന്വേഷിച്ച അദ്ദേഹത്തോട് തനിക്കറിയില്ലെന്നായിരുന്നു സ്വാതിയുടെ മറുപടി. അമന്റെ മൊബൈലിലേക്ക് വിളിച്ചപ്പോൾ ശുചിമുറിക്കുള്ളിൽ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടു. വാതിലിൽ പലതവണ മുട്ടിയിട്ടും പ്രതികരണമുണ്ടായില്ല. തുടർന്ന് ഫർണിച്ചറുകൾ ഉപയോഗിച്ച് വാതിൽ തകർക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. പിന്നീട് അയൽവാസികൾ ഷാഫ്റ്റിൽ ഒരു ജനാലയുണ്ടെന്ന് പറഞ്ഞു. അവരൊരു ഏണി കൊണ്ടുവന്നു. സെക്യൂരിറ്റി ഗാർഡായ ശങ്കർ ഏണിയിൽ കയറി ജനാല തകർത്ത് ഉള്ളിൽ കടന്നപ്പോഴാണ് അമനെ തൂങ്ങിയ നിലയിൽ കണ്ടത്. പീഡനാരോപണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് മൊഴി രേഖപ്പെടുത്തുകയും സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഔദ്യോഗിക കണ്ടെത്തലുകളും വന്നാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകൂ. സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ച ഉടൻ പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. നിലവിൽ മരണത്തിൽ അസ്വാഭാവികതയൊന്നും കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഇൻക്വസ്റ്റിന്റെ ഭാഗമായി എല്ലാ വശങ്ങളും പരിശോധിച്ചു വരികയാണെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു. ഔദ്യോഗിക രേഖകൾ പ്രകാരം 2021 ജൂൺ 19 ശർമ്മ ഡൽഹി ജുഡീഷ്യൽ സർവീസിൽ ചേർന്നത്. പൂനെയിലെ സിംബയോസിസ് ലോ സ്കൂളിൽ നിന്ന് 2018 നിയമബിരുദം പൂർത്തിയാക്കി. തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റായും സിവിൽ ജഡ്ജിയായും അദ്ദേഹം വിവിധ കോടതികളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2025 ഒക്ടോബർ 18 മുതൽ വടക്കിഴക്കൻ ജില്ലയിലെ കർക്കർഡുമ കോടതിയിൽ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി ഫുൾ ടൈം സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ബന്ധപ്പെട്ടവരുടെ മൊഴികൾ രേഖപ്പെടുത്തി വരികയാണെന്നും സംഭവത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു.